വൈകുന്നേരം അംഗൻവാടി വിട്ട് ഇനി അവൾ വരില്ല. നാടിന് തോരാവേദനയായി കല്യാണി. കല്യാണിയുടെ സംസ്കാരം പൊതുശ്മശാനത്തിൽ നടന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അച്ഛന്റെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അവസാനമായി കാണാൻ നാട് ഒന്നാകെ എത്തിയിരുന്നു. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സ് പ്രായമുള്ള കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യും. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോലഞ്ചേരി വരിക്കോലി മറ്റക്കുഴി കീഴ്പള്ളി വീട്ടിൽ സുഭാഷിന്റെ മകൾ കല്യാണിയാണ് കൊല്ലപ്പെട്ടത്. 3 വയസ്സുകാരിയുടേത് മുങ്ങിമരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കുട്ടിക്ക് ഹൃദയാഘാതമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. അമ്മയായ സന്ധ്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിലെ വ്യക്തമാകുമെന്നും എറണാകുളം റൂറൽ SP M ഹേമലത വ്യക്തമാക്കി. മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല. സന്ധ്യ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സന്ധ്യ പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് SP പറഞ്ഞു. ബന്ധുക്കളും അയൽക്കാരും ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുമെന്നും അതിനുശേഷം മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാകുമെന്നും അവർ പറഞ്ഞു. വീട്ടിലെ പ്രശ്നങ്ങളാണോ കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നറിയാൻ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് SP പറഞ്ഞു. സന്ധ്യയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും മാനസികാരോഗ്യ പരിശോധന അടക്കമുള്ളവ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും SP പറഞ്ഞു. മറ്റക്കുഴിയിലുള്ള അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ കൂട്ടിയ ശേഷം ആലുവ വഴി കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മൂഴിക്കുളം പാലത്തിൽ വെച്ച് സന്ധ്യ കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുകയായിരുന്നു. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായാണ് ബന്ധുക്കൾ പറയുന്നത്. സന്ധ്യയോടൊപ്പം കുട്ടി ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് വീട്ടിലേക്ക് പോയത്. മറ്റക്കുഴിയിൽ നിന്ന് തിരുവാങ്കുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത്. അവിടെ നിന്ന് ബസ്സിലാണ് ആലുവയിലേക്ക് പോയത്. ആലുവ വരെ ബസ്സിൽ കുട്ടി ഒപ്പം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് സന്ധ്യ ആദ്യം പറഞ്ഞത്. പിന്നീടാണ് മൂഴിക്കുളം പാലത്തിനടുത്ത് വെച്ച് കുട്ടിയെ കാണാതായെന്നും സന്ധ്യ വെളിപ്പെടുത്തിയത്. തുടർന്നാണ് പോലീസും സ്കൂബ സംഘവും പാലത്തിനടുത്ത് അന്വേഷണം ഊർജിതമാക്കിയത്. പിന്നീട് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിലാണ് അമ്മയാണ് കുട്ടിയെ പുഴയിൽ എറിഞ്ഞതെന്ന് വ്യക്തമായത്. കുഞ്ഞിനെ മൂഴിക്കുളം പാലത്തിന് സമീപം ഉപേക്ഷിച്ചുവെന്നായിരുന്നു പ്രതി പറഞ്ഞത്. തുടർന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പുഴയിലും സമീപത്തും തെരച്ചിൽ നടത്തി. തെരച്ചിലിനായി സ്കൂബ ഡൈവിംഗ് സംഘവും എത്തിയിരുന്നു. പുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. യുവതി മാനസികാസ്വാസ്ഥ്യം നേരിടുന്നതായി ബന്ധുക്കൾ പറയുന്നു. കല്യാണിയുടെ കൊലപാതകത്തിൽ പ്രതിയായ അമ്മ സന്ധ്യയ്ക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിവളർച്ചയില്ലെന്നാണ് കുടുംബം പറയുന്നത്. ബുദ്ധിവളർച്ച കുറവുള്ളതായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും സന്ധ്യയുടെ കുടുംബം പറഞ്ഞു. അതേസമയം മറ്റു മാനസിക പ്രശ്നങ്ങളൊന്നും സന്ധ്യയ്ക്ക് ഇല്ല എന്നാണ് അമ്മ അല്ലി പ്രതികരിച്ചത്. ഭർത്താവിന്റെ വീട്ടുകാരുടെ ആവശ്യമനുസരിച്ച് നേരത്തെ അങ്കമാലിയിലെ ആശുപത്രിയിൽ സന്ധ്യയ്ക്ക് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ബുദ്ധിവളർച്ച കുറവുള്ളതായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയത്. സന്ധ്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായെന്നും അമ്മ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.